നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ള കാലത്തോളം നിങ്ങൾക്ക് സാധിക്കില്ല, യാതൊരു സംശയമില്ല. ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒറ്റയ്ക്ക് നിങ്ങളെ എതിർക്കും, യാതൊരു സംശയമില്ല. യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ. അവരൊക്കെ മൗലവിമാരൊക്കെ കണ്ട് നമ്മൾ യോഗ്യം പറയും, അവർക്ക് നമ്മളോടും യോഗ്യം പറയാം, നമുക്ക് പോലോടും പറയാം. യോഗ്യത്തിനൊരു കുഴപ്പമില്ല. ദീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സഹവാസം ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അതാ പറഞ്ഞിട്ടാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈമാൻ നിങ്ങൾ ഫിത്നയാക്കരുത്. യഥാർത്ഥ ഈമാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാദപ്രതിവാദമൊന്നും വേണ്ട, നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊക്കെ. അത് നമ്മളെപ്പോഴൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ? എന്നാൽ ഞങ്ങളെയും തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറ്റുന്നതായ ഇഷ്ടംമാതിരി കുട്ടികളെ ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് നമ്മൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മറ്റ് ബിദ്ഈ പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. അത് കളിച്ചാൽ ആ കബൂതി ഞങ്ങൾ അവസാനിപ്പിക്കും, യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു. 27 ഇവിടെ ബഹുമാനിക്കുക, 27 നോമ്പ്, അതൊക്കെ ദീനിൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, അള്ളാഹുവിൻ്റെ ഔലിയാ, അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയാവിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അത് നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ള കാലത്തോളം നിങ്ങൾക്ക് സാധിക്കില്ല, യാതൊരു സംശയമില്ല. ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒറ്റയ്ക്ക് നിങ്ങളെ എതിർക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനത്തെ ഓരോ സംഗതികളും, നമ്മളെ ആചാരങ്ങൾ, നമ്മളെ വിശ്വാസങ്ങൾ. ഇപ്പോൾ തറാവീഹ് ആദ്യം 28 പറഞ്ഞു, പിന്നെ ഇങ്ങനെ പോയി അങ്ങനെ പ്രത്യേക നിസ്കാരമില്ല എന്നുള്ളത് പറഞ്ഞുകൊടുത്ത് വരെ പല വിഭാഗവും അവരിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമല്ലേ? ഉമർ ഇബ്നു ഖത്താബ് 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു. അള്ളാഹു റസൂലിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉമർ ഇബ്നു ഖത്താബ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അള്ളാഹു റസൂലിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നോക്കുക. ഇത് എട്ടാണെന്ന് ഇവർ പറയുന്നത് പോലെ. അല്ലെങ്കിൽ റമളാനിക്ക് അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ലാന്ന് നോക്കുക. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് എന്താ ഇവരോട് പറയല്? നിങ്ങൾ നിസ്കരിക്കേണ്ട, അന്ന് പ്രത്യേക നിസ്കാരമൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ലാന്ന് മൂപ്പർ പറയണം മുന്തിരിക്ക്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് 8 നിസ്കരിച്ചോളി എന്ന് പറയണം. അങ്ങനെയല്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് 20 നിസ്കരിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി 20 തറാവീഹിൻ്റെ അതത്. അതിന് അയിമ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് അജ്മഅത്തിൽ ഉമ്മ എന്ന് പറഞ്ഞത്. ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ് തറാവീഹ് 20 യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. റസൂലുള്ളാഹി പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നാ. അവർ പള്ളിക്ക് വരണ്ട, അവർ പള്ളിയിൽ ചെയ്താൽ മതി, അവരെ വീടാണ് അവർക്ക് ഉത്തമെന്നാ. അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതായ കൂലിയ പെണ്ണുങ്ങൾക്കുണ്ടെന്നാ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത, നബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനിൽ വിദേഹത്ത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മൂത്തുദീകളും. അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ, ജമാഅത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ, തബ്ലീഗ് ജമാഅത്ത്, എന്തായാലും വേണ്ടില്ല, പല പേരിലും അറിയപ്പെടും. എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയുന്നത്, അത് എതിർക്കാനുള്ളതാണ് ഈ സംഘടന. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല. മുജാഹിദ് നമ്മളൊക്കെ നമ്മൾ യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ. അവരൊക്കെ മൗലവിമാരൊക്കെ കണ്ട് നമ്മൾ യോഗ്യം പറയും, അവർക്ക് നമ്മളോടും യോഗ്യം പറയാം, നമുക്ക് പോലോടും പറയാം. യോഗ്യത്തിനൊരു കുഴപ്പമില്ല. ദീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സഹവാസം ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അതാ പറഞ്ഞിട്ടാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കണ ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ആയിട്ട് നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ ഇതിനൊത്തും ഇതിനാന്നാണ് മഹാനാന്ന ഇക്കാസ മുസ്ലിയാരൊക്കെ നവറല്ലാഹു മറക്കുക ബഹുമാനപ്പെട്ട ശൈഖുനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെയും പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെയും പറയും. ഞങ്ങളെ പണി അതൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാൻ നിങ്ങൾ ഫിത്നയാക്കരുത്. യഥാർത്ഥ ഈമാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാദപ്രതിവാദമൊന്നും വേണ്ട, നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊക്കെ. അത് നമ്മളെപ്പോഴും തയ്യാറാണ്. വാദപ്രതിവാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ? എന്നാൽ ഞങ്ങളെയും തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറ്റുന്നതായ ഇഷ്ടംമാതിരി കുട്ടികളെ ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിലക്ക്. പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കില്ല. അത് വലിയൊരു അള്ളാഹു ബഹുമാനിച്ച്, അള്ളാഹു ആദരിച്ച്, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വലിയൊരു സംഘടനയാണ്.
അതിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നിവിടെ കാണേണ്ടത്. നിങ്ങൾ ഇത്രമാത്രം ആളുകൾ ഇവിടെ പങ്കെടുത്തു കൊണ്ടിട്ട് ഈ സമ്മേളനം വിജയിപ്പിച്ചു എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകമായി ഉണർത്താനുള്ളത്, നിങ്ങൾ നടക്കണമായിരിക്കുമൊക്കെ നിങ്ങൾ നടന്നോളി, നിങ്ങളെ സംഘടനകളൊക്കെ നിങ്ങൾ ഉണ്ടായിക്കോളെന്ന് നമുക്ക് എതിരില്ല. നമ്മൾ നിങ്ങളെ സംഘടന എതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സംഘടന നിങ്ങളെ നിങ്ങൾക്കുള്ള ഓഫീസുകൾ തച്ച് ഇതിലൊന്നും ഞങ്ങൾ വരണില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടണം, ഇന്ത്യ രാജ്യമല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളവണ്ണം പ്രവർത്തിക്കാമല്ലോ. നിങ്ങളെ സംഘടന നിങ്ങളെ പ്രവർത്തനമൊക്കെ ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ, അതിന് കുഴപ്പമില്ല. എതിർപ്പുകളൊക്കെ മാന്യമായിട്ടാവണം, അതാണ് പറയാനുള്ളത്. ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കലില്ല ആരും. ഞങ്ങൾ സംഘടനകളെ എതിർക്കും, ആശയപരമായി എതിർക്കും, അത് എന്നും എതിർക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മറ്റ് ബിദ്ഈ പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. അത് കളിച്ചാൽ ആ പൂതി ഞങ്ങൾ അവസാനിപ്പിക്കും, യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട്, ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദീൻ്റെ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഔലിയാക്കന്മാരെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്കത് വിശ്വാസം ഇല്ലല്ലോ. ഔലിയാവിന് വിശ്വാസം ഇല്ല, ഞങ്ങളെ പിന്നിൽ ആളുണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, അമ്പിയാ ഔലിയാവിൻ്റെ മരണത്തിൻ്റെ ശേഷം അവർക്കുള്ളതായ മദതുകൾ ഉണ്ടാവും. ആ മദതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ. നിങ്ങൾക്കത് വിശ്വാസമില്ല, നിങ്ങൾക്ക് ആ മദത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞു പോയിക്കോളി. സമസ്തനെ എങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളെന്നൊക്കെ പറഞ്ഞിട്ട്, ഖുർആന് വിരുദ്ധമായി ഹദീസ് വരില്ലല്ലോ, അതല്ലേ ഖുർആനെ ബയാൻ ചെയ്യല്ലേ. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലാണില്ല എന്ന് പറഞ്ഞാൽ മതി. മൗലവിക്ക് ഒരു ഹദീസും ഖുർആനും കൂടി നോക്കുമ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം മൂപ്പർക്ക് മനസ്സിലാണില്ല, അതാണ് ഇപ്പോൾ അതിൻ്റെ സത്യം. അപ്പോൾ അത് ഖുർആനോട് എതിരാണ്, ഖുർആനോട് എതിരാണെന്ന്, ഇതാണത് ഖുർആനും ഹദീസും മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ പറയണത്. അപ്പോൾ ഖുർആനോട് എതിരായി കൊണ്ട് ഒരു എന്ത് വിഡിത്തരാണ് ഈ പറഞ്ഞതെങ്കിൽ ഖുർആനോട് വിരുദ്ധമായി വരുന്ന ഹദീസിനെ തള്ളണം. ഹദീസിനെ എങ്ങനെ തള്ളാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അഖ്വാല് അഫ്ആലുകൾ തഖാരീറുകളല്ലേ ഹദീസുകൾ. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞപ്പോൾ ഹദീസിന് നിങ്ങൾ തള്ളിക്കൊണ്ട് ഖുർആനുകൊണ്ട് മാത്രം അതിൽ ഖുർആൻ്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് മുമ്പെന്നെ മഹാന്മാരാവുന്ന ഞങ്ങളെ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മുഖ്തദീങ്ങളാണെന്നുള്ളത്, യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് എതിരിൽ വരുന്നതായ സർവ്വ ദുശക്തികൾ അവരെ ശർറത്തൊട്ടൊക്കെ സമസ്തനെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൊള്ളണ്ട, ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.